ദൈവസഭയ്ക്ക് പുറമേ നിന്നുള്ള ഭീഷണിയേക്കാള് അപകടകരമായത് അകമേ നിന്നുള്ള ഭീഷണിയാണ്. ഞാൻ ഇതിനു മുമ്പും ചില സന്ദർഭങ്ങളിൽ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. പുറമേ നിന്നുള്ള ഭീഷണിയെ ഒന്നാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയാണ് നേരിട്ടതെന്ന് അപ്പോസ്തല പ്രവൃത്തികളിലും പാരമ്പര്യങ്ങളിലും ചരിത്രങ്ങളിലുമൊക്കെ നമുക്ക് കാണാം. അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അതുപോലെ അകത്തു നിന്ന് സഭയ്ക്കുണ്ടായിട്ടുള്ളതും ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നതുമായ ഭീഷണികളെക്കുറിച്ചും തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ സമീപകാലത്ത് ദൈവസഭ നേരിടുന്ന ഒരു ആന്തരിക ഭീഷണിയെക്കുറിച്ചാണ്. ഞാൻ അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ വിഷയത്തിലേക്ക് പോകാതെ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏഹ്, ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രധാനമായും ദൈവജനത്തിനുള്ള ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശമാണെന്ന് പറയാം. അതുകൊണ്ട് മറ്റുള്ളവർ ഇത് കേൾക്കരുതെന്ന് അഭിപ്രായമില്ല. എന്നാൽ ദൈവവചനപ്രകാരമുള്ള ഓരോ വിഷയങ്ങളുടെ സ്റ്റാൻഡ് എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പുറത്തുള്ള ആളുകളും അത് മനസ്സിലാക്കണമല്ലോ. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. യെരമ്യാ പ്രവചനം 5:31. അവിടെ നമ്മൾ വായിക്കുന്നത്, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു, എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. ഒരു ചോദ്യം കൂടെ ഗൗരവമേറിയതുണ്ട്. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? മൂന്ന് വിധ ആളുകളെ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട് ഈ വാക്യത്തിൽ. പ്രവാചകന്മാർ, പുരോഹിതന്മാർ, എൻ്റെ ജനം. ആരാണ് ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ? നമ്മൾ സമയപരിമിതി കൊണ്ട് എനിക്ക് ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു പോകാനേ കഴിയുള്ളൂ. ബൈബിളിൽ പ്രവാചകൻ എന്നത് ദൈവം തൻ്റെ ജനത്തിന് മുന്നറിയിപ്പിൻ്റെയും ആശ്വാസത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ദിവ്യ സന്ദേശങ്ങൾ എത്തിക്കുന്ന ഒരു വക്താവാകാൻ ദൈവം വിളിച്ച ഒരു പുരുഷനോ സ്ത്രീയോ ആണ്. അതിൽ ഭാവികാലമുണ്ട്, ഇതൊക്കെ ഉള്ളതാ. എന്നാൽ പ്രധാനമായിട്ടും ദൈവത്തിന് ജനത്തോട് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് നമ്മളെ അറിയിക്കുന്നവരാ പ്രവാചകന്മാർ. പുതിയ നിയമത്തിന്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും ആ അർത്ഥത്തിൽ പ്രവാചകന്റെ കൂട്ടത്തിൽ പെടും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ആശയം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ആരാണ് പുരോഹിതൻ? അവിടെ പഴയ നിയമത്തിൽ നമുക്കറിയാം, ദൈവത്തിനും മനുഷ്യവർഗത്തിനും ഇടയിൽ പ്രത്യേകം നിയമിക്കപ്പെട്ട ഒരു മധ്യസ്ഥനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ അഹരോൻ മുതലുള്ള ലേവിയ പുരോഹിതന്മാരെ യാഗാർപ്പണം പോലുള്ള പവിത്രമായ കടമകൾ ചെയ്യാനായി വേർതിരിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്യന്തിക മഹാപുരോഹിതനായിരിക്കുന്നത് യേശു കർത്താവാണ്. അതുകൊണ്ട് ആ പണി നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ വിശ്വാസികളും വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ വരണേ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദൈവമക്കളും ഒരർത്ഥത്തിൽ പ്രവാചകന്മാർ തന്നെയാണ്. ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായി അറിയപ്പെടുന്നവരാ നമ്മളൊക്കെ. മൂന്നാമത് ആ വാക്യത്തിൽ ഒരു കൂട്ടരെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ, എൻ്റെ ജനം, അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുക. അപ്പൊ അതിൻ്റെ വിശാല അർത്ഥത്തിൽ ബൈബിളിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെന്ന് മനസ്സിലാക്കണം. അതിന് പുറത്തുള്ള വിശ്വാസികൾ, അവരേത് കാര്യങ്ങളിൽ വിശ്വസിച്ചാലും അവരോടുള്ള സന്ദേശമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനം എന്നുള്ള ഈ വാക്യത്തിൽ. അതുകൊണ്ടാ എൻ്റെ ജനത്തോടാ ചോദിക്കുന്ന, ഒടുക്കം നിങ്ങൾ എന്തോ ചെയ്യുമെന്ന്. ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ട പ്രവാചകൻ വ്യാജമായി പ്രവചിക്കുന്നു. അതായത് ദൈവം അരുളി ചെയ്യാത്തത് ജനത്തോട് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രവാചകനായാലും വ്യാജമായി പ്രവചിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് കേൾക്കുന്ന നമ്മൾ എന്ത് ചെയ്യണമെന്ന് തിരുവചനം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ബെരോവയിലെ ദൈവമക്കളെ നമുക്കറിയാമല്ലോ. അവരാണ് നമ്മളെ അത് പഠിപ്പിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 17:11 തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ, വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചും പോന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ഈ ബെരോവയിലെ ക്രിസ്ത്യാനികളെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മാതൃകയാക്കേണ്ടത്. അവരങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോകുന്നത് പൗലോസിന്റെ സന്ദേശങ്ങളെ ആയിരുന്നുവെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാലം വന്നെത്തിയിരിക്കുന്ന നമ്മൾക്ക് അത് എത്രയധികമായിട്ട് ആവശ്യമാണ് സഹോദരങ്ങളെ. അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളിലൂടെ പോകുന്ന നമ്മൾ ഈ അന്ത്യകാലത്തെ ഉപദേഷ്ടാക്കളെയും പ്രവാചകരെയും കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരുവചനം നമ്മളോട് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24:11 കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്ന് യേശു കർത്താവ് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പൊക്കെ ശ്രദ്ധിക്കാതെ പോകരുതേ. അതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 20:29 പൗലോസ് പറയുന്നേ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന്. ഇത്ര ഗൗരവമേറിയ വാക്കുകൾ അതൊക്കെ. 1 തിമോഥെയോസ് 4:1 പൗലോസ് പിന്നെയും പറയുക, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു എന്ന പുസ്തകം പറയുക. എൻ്റെ സഹോദരങ്ങളെ, ആ ഒരു ഭാവി കാലത്തല്ലേ ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ കാണുകയുണ്ടായി. തങ്കം വേണോ, തങ്കം വേണോ, തങ്കം വേണമെങ്കിൽ അനുഗ്രഹത്തിനായിട്ട് വരാൻ പറഞ്ഞ് ഒരു 2 ചെറുപ്പക്കാര് അവർ മിനിസ്ട്രി നടത്തുന്നു. അതേ ആള് തന്നെ അദ്ദേഹത്തിന്റെ ബെൽറ്റ് ഊരി മറ്റുള്ളവരെ വരിഞ്ഞുയൂറ്റി മറിച്ചിടുന്നു. എന്തെല്ലാം തരത്തിലുള്ള ദുരുപദേശങ്ങളും എന്തെല്ലാം തരത്തിലുള്ളതായ ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. അത്ഭുതപ്പെട്ടു പോകുന്നത് അതിനെല്ലാം ഒത്താശ ചെയ്യാനായി, അതിനെ എല്ലാം സ്തോത്രം ഹല്ലേലൂയ പറയാനായിട്ട് ഒരു വലിയ കൂട്ടം ആളുകൾ അവരുടെ എല്ലാം ചുറ്റിനുമുണ്ടെന്നുള്ളതാ. 2000 വർഷം മുമ്പ് എഴുതി വെച്ച കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ കൂടെ നടക്കുമ്പോൾ തിരുവചനത്തെ വിശ്വസിക്കാൻ ഇതിലധികം വേറെ എന്തോ തെളിവാ വേണ്ടേ? ഈ ബൈബിള് തിരുത്തിയോ തെറ്റാണോ ശരിയാണോ ആ തർക്കത്തിനൊക്കെ എന്താ ഉള്ളത്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അത് വെളിപ്പെട്ട് വരിക. യേശു കർത്താവ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നുവെന്നാ. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊന്നുകളയാൻ ഈ ചെന്നായ്ക്കൾക്ക് കഴിയും. അതുകൊണ്ട് യേശു കർത്താവിന്റെ മുന്നറിയിപ്പ് നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. തെറ്റായ ഉപദേശങ്ങളിലൂടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നവരായി ഇവരൊക്കെ എന്നറിഞ്ഞിരിക്കണം. 2 പത്രോസ് 2:1-3 വരെ പത്രോസ് അപ്പോസ്തലൻ അവരെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്
തങ്ങളെ തന്നെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുകയുമില്ല. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകുമെന്ന. എന്നിട്ട് പറയുന്നത് അവർ നാശകരമായ മതഭേദങ്ങളെ, ഡാംനബിൾ ഹെറസീസ്, നുഴയിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ രഹസ്യമായിട്ട് അകത്തേക്ക് കയറ്റുമെന്ന. അവർ തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. നോക്കണേ, നാഥൻ വിലയ്ക്ക് വാങ്ങിയവരായിരുന്നു ഇവർ. പക്ഷേ ആ നാഥനെ ഇവർ തള്ളിപ്പറയും. അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഇവിടെയൊക്കെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രക്ഷ നഷ്ടപ്പെടുകയിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നവര് ഇതറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കന്മാർ അവർക്ക് തന്നെ ശീഘ്രനാശം വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ, പെർണിയസ് വേയ്സ്, അത് പലരും അനുകരിക്കും. അത് നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ് മാർഗങ്ങളൊക്കെ ദുഷിപ്പിൻ്റെതായ, അല്ലെങ്കിൽ ദുഷിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെതായ കാരണം ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ഉപദേശങ്ങളെ ഏറ്റെടുത്ത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ അനുകരിച്ചു പോകുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ, യേശു കർത്താവിനെ തള്ളിപ്പറയുന്നത് ഉൾപ്പെടെ അവർ രഹസ്യമായി വിനാശകരമായ ദുരുപദേശങ്ങൾ അവതരിപ്പിക്കുമെന്ന ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നത്. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ വിശ്വാസികളെ ചൂഷണം ചെയ്യാനും ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് വാണിഭമാക്കുവാനും കപടവാക്കുകൾ കെട്ടിച്ചമച്ച കടങ്കഥകളും ഉപയോഗിച്ചുകൊണ്ട് അവർ ജനത്തെ വഞ്ചിക്കുമെന്നും പറയുന്നു. അവസാന നാളുകളിൽ ആളുകൾക്ക് ശരിയായ ഉപദേശം സഹിക്കുകയില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഈ നല്ല ഉപദേശങ്ങളൊന്നും, ശരിയായ ഉപദേശങ്ങളൊന്നും ഈ കാലത്തെ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പകരം സത്യത്തിൽ നിന്ന് കെട്ടുകഥകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് തങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കർണരസവും സ്വന്തം മോഹങ്ങൾക്കൊത്തതുമായ കാര്യങ്ങൾ പറയുന്ന ഉപദേഷ്ടാക്കന്മാരെ അവർക്കിഷ്ടം. ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ വാക്കുകളല്ല. 2 തിമോത്തിയോസ് 4:3 മുതൽ 4 വരെയുള്ള വാക്യം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരിയായ ഉപദേശം എന്ന് പറയുന്നതിൽ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. മുന്തിരിവള്ളി തളിർക്കുകയില്ല, അത്തിവൃക്ഷം ഫലം തരികയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. ഇങ്ങനെയൊക്കെ ഒരു ദൈവദാസൻ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ ദൈവദാസന്റെ വചനത്തിന്റെ പുറകെ പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? എന്നാൽ ഇതെല്ലാം ഉണ്ടാവും. തങ്കം നിങ്ങൾക്ക് കിട്ടും, സ്വർണം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറയുന്നവരുടെ പുറകെ, പോസിറ്റീവായി തിങ്ക് ചെയ്യുന്നവരുടെ പുറകെ, ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ സങ്കല്പിച്ച് അതെല്ലാം ലഭിക്കാനുള്ള മാർഗമാണ് ദൈവ വഴി എന്ന് പറഞ്ഞൊക്കെ നടക്കുന്ന പ്രസംഗകരുടെ പുറകെ അധികം പോകുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി നിങ്ങളോട് പറഞ്ഞു വന്നത്, ഈ അന്ത്യകാലത്ത് വന്ന് എത്തിയിരിക്കുന്ന നമ്മൾ കേൾക്കുന്നതെല്ലാം അതേപടി ഏറ്റെടുത്ത് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ ഏറെ അറിയപ്പെടുന്ന കേരളത്തിലെ 2 സഭാ നേതാക്കൾ കേരളത്തിലെ പെന്തിക്കോസ്തുകാരിൽ നിന്നും MLA-മാരും MP-മാരും ഉണ്ടാകണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് നിങ്ങൾ കേട്ട് കാണും. ഞാനിത് പരസ്യമായ ഒരു കാര്യമായതുകൊണ്ടും സോഷ്യൽ മീഡിയ ഇത് ഓൾറെഡി ഏറ്റെടുത്തത് കൊണ്ടും അനേക ദൈവദാസന്മാർ, ബോധമുള്ളവരൊക്കെ ഇതിനെതിരെ വന്ന്
സംസാരിച്ചത് കൊണ്ടുമാണ് നമ്മുടെ ഓഡിയൻസും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാമെന്ന് വിചാരിച്ചത്. ഇത് വരെ നമ്മൾ ചിന്തിച്ചതായ വചന വെളിച്ചത്തിൽ അത് തിരുവചനപ്രകാരം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പൗലോസിന്റെ പ്രസംഗമായിട്ടും അവര് തിരുവെഴുത്തുകളിൽ അത് ശരിയാണോ എന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ദൈവദാസന്മാരുമായിക്കോട്ടെ, നമുക്കും ഇത് തിരുവചനപ്രകാരം പരിശോധിക്കണം. കാരണം ഇത് അന്ത്യകാലമാണ്. ദുരുപദേഷ്ടാക്കന്മാർ പെരുകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒടുവിൽ നീ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തോടു കൂടിയാണല്ലോ നമ്മൾ ഇന്ന് ഈ ചിന്ത ആരംഭിച്ചത്. അത് ദൈവവചനത്തിലെ ചോദ്യമായിരുന്നു. അത് ഞാൻ പറഞ്ഞ ചോദ്യമല്ല, ദൈവം ചോദിച്ച ചോദ്യമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പിശാചിന്റെ വഞ്ചന മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ ആരാണെന്ന് തിരിഞ്ഞു നോക്കണം. നമുക്കൊക്കെ അറിയാം നമ്മൾ ആരാന്ന്, പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മൾ എങ്ങനെയാണ് ദൈവമക്കളായെന്നുള്ള കാര്യം ഇടയ്ക്കിടെ ഓർപ്പിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾക്ക് മുമ്പുള്ള ബൈബിൾ ചരിത്രത്തെക്കുറിച്ച് കൂടി നമ്മൾക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. കാരണം പഴയ പുതിയ നിയമങ്ങളിലെ ഉടമ്പടികളുടെ വ്യത്യാസം അറിയാഞ്ഞാൽ ഉപദേശപരമായി പലതരത്തിൽ തെറ്റിപ്പോയ അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പഴയ നിയമത്തിലെ യോസഫിൻ്റെയും എസ്തേറിൻ്റെയും ദാനിയേലിൻ്റെയും ഒക്കെ പൊസിഷൻസ്, അവർ ഭരണത്തിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾക്ക് ഭരണതലത്തിൽ ഒരു MLA ഉണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്നവൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ തന്നെ ചിലരുമായിട്ട് ആ കാര്യത്തിൽ വിശദീകരണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഒന്നാമത്, ദൈവം തൻ്റെ ദിവ്യ പദ്ധതി പ്രകാരമായിരുന്നു ആ സ്ഥാനങ്ങളിലേക്ക് എസ്തേറിനെയും ദാനിയേലിനെയും ഒക്കെ ഉയർത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ മത്സരിച്ച് ജയിച്ചവരല്ല. മാത്രമല്ല, പുതിയ നിയമ ഉടമ്പടിക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ് ഈ യോസഫും എസ്തേറും ദാനിയേലും ഒക്കെ. അബ്രഹാമിക ഉടമ്പടി പ്രകാരം ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശവും അവരുടെ ചരിത്രവും ഇസ്രായേൽ എന്ന ഭൗതിക രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം പുതിയ നിയമത്തിൽ യേശു നമ്മൾക്ക് നിത്യവും സ്വർഗീയവുമായ ഒരു അവകാശമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഒരു ഭൗതിക രാഷ്ട്രമല്ല. ഇസ്രായേൽ ചരിത്രത്തിലേതുപോലെ ഐഹികമായ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പോരാടി ജയിക്കാനല്ല അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ മോശയും യോശുവയും പിന്നെ അങ്ങോട്ട് ഓരോരുത്തരെ എടുത്തു നോക്കിക്കേ, ദാവീദ് രാജാവിനെ ഒക്കെ എടുത്തു നോക്കിക്കേ, അവരൊക്കെ യുദ്ധം ചെയ്ത് പോരാടി ജയിച്ചവരാണ്. നമ്മളെ അങ്ങനെ ഒരു ഐഹിക രാജ്യത്തിന് വേണ്ടി പോരാടി ജയിക്കാൻ വിളിക്കപ്പെട്ടവരല്ല പുതിയ നിയമ വിശ്വാസികൾ എന്നറിഞ്ഞിരിക്കണം. ഭൗമിക കാര്യങ്ങൾ പിന്തുടരുന്നതിന് പകരം ഈ ആത്മീയ വാഗ്ദത്തത്തിനായി മുഴുവൻ ലോകത്തെയും ഒരുക്കാനായി യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് മത്തായി 28:19 നിങ്ങൾ പുറപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ പറയുന്നു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:8 അപ്പോസ്തലന്മാരോട് കർത്താവ് അവസാനമായി പറയുന്നതും നമുക്കറിയാമല്ലോ. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരും പിതാക്കന്മാരും അതാ ചെയ്തേ. പുതിയ ഉടമ്പടിയുടെ മക്കളായി നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നുവെന്ന് ശരിയായ ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനും തുടർന്ന് പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച യേശു കർത്താവും പറഞ്ഞു തുടങ്ങിയത് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മർക്കോസ് കുറച്ചുകൂടി വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ആ ആഹ്വാനത്തോട് ആരെങ്കിലും
അതെങ്ങനെയെന്ന് ചോദിച്ചെന്നിരിക്കട്ടെ, അതിനുള്ള ഉത്തരമാണ് യോഹന്നാൻ 3 കാണുന്നത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. ഒരു പ്രമുഖ പരീശനും യഹൂദ നേതാവും കൗൺസിൽ മെമ്പറും, ആ കൗൺസിൽ എന്നൊക്കെ ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാ, യേശുവിനെ കാണാനായി വന്നിരിക്കുക. യേശുവിനെ എതിർത്ത അവന്റെ സഹപ്രവർത്തകർ തന്നെ കാണുമോ എന്ന ആശങ്കയിൽ അവൻ രാത്രിയിലാണ് യേശുവിനെ കാണാൻ വന്നത്. നിക്കോദിമോസ് യഹൂദ ഗവൺമെന്റിലെ ഒരു പ്രമുഖ അംഗമായിരുന്നു എന്ന് നമ്മൾ അറിയണം. യഹൂദന്മാരുടെ സന്നദ്ധിൻ കൗൺസിലിലെ അംഗമാണവൻ. ഇത് പറഞ്ഞപ്പോൾ ഈയിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു പെന്തക്കോസ്ത് മഹായോഗത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് അടുത്തു വന്ന ആളുകളെല്ലാം കൂടെ അടുത്ത ഇലക്ഷനിൽ തങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ട കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാരെ പോലെ ആയിരുന്നുവെങ്കിൽ തൻ്റെ ആളുകൾക്കും സന്നദ്ധരിൽ ഒരു പ്രാതിനിധ്യം വേണമെന്ന് യേശു കർത്താവിന് ആവശ്യപ്പെടാമായിരുന്നു. അത്ര സ്വാധീനമുള്ള ആളായിരുന്നു നിക്കോദിമോസ്. അതുപോലെ അവൻ യേശുവിനെ, റബി, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പുകഴ്ത്തി പറയുമ്പോൾ, നിക്കോദിമോസേ, നീ സന്നദ്ധരിലെ കൗൺസിൽ മെമ്പർ ആയിരിക്കുന്നതിൽ ഞാനും അഭിമാനം കൊള്ളുന്നുവെന്നൊക്കെ യേശുവിന് പറയാമായിരുന്നില്ലേ? അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വേണ്ടപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. എന്നാൽ യേശുവിന് അവന്റെ മുഖത്ത് നോക്കി പറയാനുണ്ടായിരുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഈ വചനപ്രകാരം വീണ്ടും ജനിച്ചവരെല്ലാം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ മക്കളാണെന്ന് പറയാനാണ് ഞാനിതൊന്ന് ഓർപ്പിച്ചത്. അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരെയാണ് വിശുദ്ധന്മാരെന്ന് തിരുവചനം അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പൊ വിശുദ്ധന്മാർ, അതിനർത്ഥം എന്താ? അവർ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾക്കായി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ ദൗത്യം എന്താണെന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടാണ് പോയത്. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷവും യേശു കർത്താവ് സ്വർഗാരോഹണം വരെ 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ് ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ട് യേശു കർത്താവിൻ്റെ അവസാന വാക്കുകളിൽ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കാനാണ് അവരോട് പറഞ്ഞത്. ആ കാത്തിരിപ്പ് മറ്റൊന്നിനുമായിരുന്നില്ല. യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും അവൻ്റെ സാക്ഷികളാകാനുള്ള അവരുടെ നിയോഗം നിറവേറ്റാനുള്ള പരിശുദ്ധാത്മ ശക്തിക്കായുള്ള കാത്തിരിപ്പായിരുന്നു അത്. അല്ലാതെ ആ ദൗത്യത്തിൽ അവർ നേരിടാനിരിക്കുന്ന പീഡനത്തിനെതിരെ ശബ്ദിക്കാൻ ഒരു MLA വരുന്നത് കാത്തിരിക്കാനല്ല യേശു കർത്താവ് അവരോട് പറഞ്ഞത്. വാസ്തവത്തിൽ ഉപദ്രവം എന്നത് കർത്താവ് നൽകിയ സുവിശേഷീകരണത്തിൻ്റെ പാക്കേജിൽ ഉൾപ്പെട്ടതാ. അതുകൂടെ കൂടിയാ നമുക്കിത് തന്നിരിക്കുന്നത്. അത്രയുമല്ല, നിയോഗം നൽകിയ കർത്താവിനാണ് അത് ഏറ്റെടുത്തവരുടെ ഉത്തരവാദിത്തമെന്ന് നാം മറന്നു പോകരുത്. നിങ്ങൾ അറിയാമല്ലോ, തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞു വിട്ടു. രാത്രി കാറ്റും കോളും ഉണ്ടായി പടക് തകരുവാൻ തുടങ്ങിയപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ ഓടിയെത്തുന്ന കടലിൻ മീതെ നടന്നു വരുന്ന രംഗമൊക്കെ, ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അവരെ മറുകരയിൽ എത്തിച്ചത് കർത്താവായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതിനിടയിൽ കുറുക്കു വഴികൾ തേടരുതേ. മത്തായി 28 ഗ്രേറ്റ് കമ്മീഷനിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്
സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളാനല്ലേ കർത്താവ് പറഞ്ഞത്? ഇതിനിടയിൽ പാസ്റ്റർ ബാബു ചെറിയാനും പാസ്റ്റർ TJ സാമുവലിനും തങ്ങളുടെ അണികളെ MLA മാരാക്കാനുള്ള നിയോഗം, കമ്മീഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഇവരെക്കുറിച്ച് ഓർത്തപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ പത്രോസും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിലെ 2 സംഭവങ്ങൾ ഞാൻ ഓർത്തുപോയി. പത്രോസിനെ പോലെ ഒരിക്കൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് ലഭിച്ച അനേകരെ ദൈവരാജ്യത്തിലേക്ക് നടത്തിയ ദൈവദാസന്മാരായിരുന്നു ഞാൻ ഈ പേര് പറഞ്ഞവർ. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ പത്രോസിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവന്റെ വെളിപ്പാടിനെ കുറിച്ചുള്ള യേശുവിന്റെ അഭിനന്ദനം കേട്ടപ്പോൾ ഒരുപക്ഷെ പത്രോസിന് താൻ സമ്പടിയാണെന്ന് തോന്നിക്കാണും. അവൻ യേശുവിനെ ശാസിക്കുന്നിടത്തോളം അഹങ്കരിച്ചു പോയെന്ന് നമ്മൾ കാണുന്നത്. ഇവർക്കൊക്കെ അതാണോ സംഭവിച്ചത്? അവർ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് തെരഞ്ഞെടുത്തു. യേശുവിൻ്റെ മഹത്തായ ആ ദൗത്യത്തിന് അവൻ ഇടർച്ചയായതുപോലെ ഈ ദൈവദാസന്മാർക്കും അത് സംഭവിച്ചോ? ഇത് തന്നെയല്ലേ അവർക്ക് സംഭവിച്ചത്? ദൈവരാജ്യം സംബന്ധിച്ചുള്ള യേശു കർത്താവിൻ്റെ പദ്ധതികളെ ഓവർടേക്ക് ചെയ്യാനല്ലേ ഇവർ ശ്രമിച്ചത്? ഒരുവൻ യേശുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഇടുക്കുവാതിലൂടെ അകത്ത് കിടന്ന് ഞെരുക്കമുള്ള വഴിയിലൂടെ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരണമെന്ന് പറഞ്ഞ് യേശു കർത്താവിനെ അല്ലേ അവർ പുറന്തള്ളിക്കളഞ്ഞത്? വിലയ്ക്ക് വാങ്ങിയ നാഥനെ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുമെന്ന് പറഞ്ഞ അവിടുന്നല്ലേ അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് യേശു കർത്താവ് മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിരുന്നില്ലേ? അപ്പോസ്തല പിതാക്കന്മാർ തുടങ്ങി വിശുദ്ധന്മാർ മുഴുവൻ വില കൊടുത്ത് എഴുതി വെച്ച ചരിത്രമല്ലേ ദൈവസഭയുടെ ചരിത്രമെന്ന് പറയുന്നത്? അതിലെ ലേറ്റ് കമേഴ്സ് ആയ പെന്തക്കോസ്തിലെ പിതാക്കന്മാരുടെ ചരിത്രവും അത് തന്നെ ആയിരുന്നില്ലേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനെ മറന്നിട്ട് ഇപ്പോൾ MLA എന്ന കാളക്കുട്ടിയെ വാർത്തെടുക്കുകയാണോ? മത്തായി 28-ലെ മഹാനിയോഗം പറഞ്ഞു നിർത്തുമ്പോൾ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവിനെ അവിശ്വസിച്ചുകൊണ്ടാണോ കൂട്ടത്തിൽ നമുക്ക് ഒരു MLA-യെ വാർത്തെടുക്കുന്നത്? അപ്പൊ യേശു കർത്താവ് ഇപ്പൊ കൂടില്ലെന്നാണോ? പിന്നീട് ആ കാളക്കുട്ടിയെ അവർ യഹോവയായി ആരാധിക്കുന്നത് നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ MLA-യെ കൊത്തുപണി ചെയ്യുന്നവരും ലക്ഷ്യം വെക്കുന്നത് അവിടേക്കാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, ലോജിക്കലായിട്ട്, ഇത് ബൈബിൾ പ്രകാരമല്ല, 140 പേരുള്ള നിയമസഭയിൽ ഒരു പെന്തക്കോസ് MLA ചെന്നാൽ ലോകമാകമാനം പീഡനം അനുഭവിക്കുന്ന ദൈവസഭയ്ക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കാൻ പോകുന്ന സഹോദരങ്ങളെ? നിയമസഭയിലൊക്കെ നടക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ തന്നെ 12-ലധികം പെന്തക്കോസ്ത് വിഭാഗങ്ങളിലുള്ളതിൽ ഞാൻ എണ്ണിയതാണ്, അതിൽ കൂടുതൽ കാണും. ആരുടെ പ്രതിനിധിയായി ഇവർ ആദ്യം അയക്കുക? ഇവർ തന്നെ അവരുടെ ഇലക്ഷനുകളിൽ മത്സരത്തിൽ ആകപ്പാടെ തർക്കത്തിൽ കിടക്കുന്നവരാ ആഭ്യന്തരമായിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിധത്തിൽ ജയിച്ചു കയറിയാൽ പെന്തക്കോസിന്റെ വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ചുവെന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെ നിലകൊള്ളുവാൻ ഇവർക്ക് കഴിയും? എന്തായാലും ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് കരുതി കർത്താവിൻ്റെ നാമത്തിനും ദൈവരാജ്യത്തിനും ഇടർച്ച നിൽക്കുന്ന ഇവരോട് കർത്താവിന് പത്രോസിനോട് പറഞ്ഞതുപോലെ തന്നെ പറയേണ്ടി വരും. പറയും, ഗെറ്റ് ബിഹൈൻഡ് മീ സാത്താൻ, സാത്താനെ എന്നെ വിട്ടുപോ. അത് തന്നെ ആയിരിക്കും കർത്താവ് ഇവരോട് പറയുക. പ്രിയമുള്ളവരെ, ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാതെ പോകരുതേ. സുവിശേഷീകരണത്തിന് ഭീഷണി നേരിടുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ക്രൂശീകരണത്തിലും
മെഴുകുശീലയിൽ പൊതിഞ്ഞ് തീപ്പന്തങ്ങളായി ജീവനോടെ കത്തിക്കലിനും കല്ലെറിഞ്ഞു കൊല്ലലിനും വന്യ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾക്കും അവർ വിധേയരായി. അതിക്രൂരമായ അടിച്ചമർത്തുകൾ, നാടുകടത്തലുകൾ, തടവുകൾ എല്ലാം അവർ അനുഭവിക്കേണ്ടി വന്നു. അന്ന് പത്രോസിനെ പോലെ സ്വാധീനമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ദൈവസഭയിൽ കുറുക്കുവഴികൾ തേടി അവർക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങൾ പിടിച്ചു പറ്റി അവിടെ നിലനിൽക്കാമെന്ന് കരുതാമായിരുന്നു. എന്നാൽ അവർ കർത്താവിൻ്റെ നിയോഗം മറന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 4:29 മുതൽ 39 വരെ നിങ്ങൾ വായിക്കണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ ദൈവസഭയ്ക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു പ്രാർത്ഥന അവിടെയുണ്ട്. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്നാണ് കാണുന്നത്. നോക്കണേ, അവർ ചോദിച്ചത് കൃപ നൽകണേ എന്നായിരുന്നു. കർത്താവ് നൽകിയതോ പരിശുദ്ധാത്മാവിനെ ആയിരുന്നു. ഈ ദിവസങ്ങളിൽ ഒരു MLAക്ക് നൽകാൻ കഴിയുന്ന രാഷ്ട്രീയത്തിന്റെ ശക്തി ആയിരുന്നില്ല അവർക്ക് കർത്താവ് നൽകിയെന്ന് നമ്മൾ ഓർക്കണം. പരിശുദ്ധാത്മ ശക്തിയിലാണ് ഭൂമിയുടെ അറ്റത്തോളവും അവർ അവന്റെ സാക്ഷികളായി തീർന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ തങ്ങളുടെ അണികളെ MLAമാരാക്കുവാൻ നടക്കുന്ന ഈ നേതാക്കന്മാരിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്ന് തിരുവചന പ്രകാരം നമുക്കൊന്ന് ചോദിക്കാം. ഇവരെ പോലുള്ളവർ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്നുള്ളത് ദൈവത്തിന്റെ സഭയെ മേയ്ക്കാൻ പരിശുദ്ധാത്മാവ് ആക്കി വച്ചിരിക്കുന്ന ദൈവദാസന്മാരെല്ലാം ബോധ്യമുള്ളവരാകണമെന്ന് അപ്പോസ്തല പ്രവൃത്തി 20:28 പൗലോസ് പറഞ്ഞ് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുക, കാത്തുകൊള്ളുക എന്നവിടെ പറയുക. ഇടയന്റെ ജോലി മേയ്ക്കുക മാത്രമല്ല കേട്ടോ. ഈ കൊടിയ ചെന്നായ്ക്കളുടെ കയ്യിൽ നിന്ന് ദൈവസഭയെ കാത്തുകൊള്ളുവാനുള്ള ഉത്തരവാദിത്വവും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാരൊക്കെ ഈ കാലഘട്ടത്തിൽ ഗൗരവത്തോടെ ഈ വിഷയം ചിന്തിക്കുകയും അവരുടെ സഭയെ തുടർന്നത് പഠിപ്പിക്കുകയും ദൈവസന്നിധിയിൽ പരസ്യമായി തന്നെ നമുക്ക് പറയാവുന്നിടത്തോളം ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ച് തിരുവചനത്തിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് us. താങ്ക് യു. ദൈവത്തെ മറന്നിടല്ലേ തലമുറയെ, ബുദ്ധിയാൽ നീ ദൈവത്തെ വിധിക്കരുതേ. ദൈവത്തെ മറന്നിടല്ലേ തലമുറയെ, ബുദ്ധിയാൽ നീ ദൈവത്തെ വിധിക്കരുതേ. വചനത്തിൻ അതിരുകൾ നീക്കിടല്ലേ, വചനത്തിൻ അതിരുകൾ നീക്കിടല്ലേ. ആത്മാവിൻ ശക്തിയെ നീ അളന്നിടല്ലേ, ആത്മാവിൻ ശക്തിയെ നീ അളന്നിടല്ലേ. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്ത ബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്ത ബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. ശാശ്വത ദൈവം നിലനിന്നിടും, നാമോ ലോകം വിട്ടിടും എത്ര ശ്രേഷ്ഠരെന്നാലും. ശാശ്വത ദൈവം നിലനിന്നിടും, നാമോ ലോകം വിട്ടിടും എത്ര ശ്രേഷ്ഠരെന്നാലും. ദൈവത്തെ മറന്നിടല്ലേ തലമുറയെ, ബുദ്ധിയാ നീ ദൈവത്തെ വിധിക്കരുതേ.
സമ്പത്തുള്ള കാലത്തിൽ ജ്ഞാനം ചേർക്കും നേരത്തിൽ എല്ലാം എന്നാൽ സാധ്യമെന്നു തോന്നും വേളയിൽ, സമ്പത്തുള്ള കാലത്തിൽ ജ്ഞാനം ചേർക്കും നേരത്തിൽ എല്ലാം എന്നാൽ സാധ്യമെന്നു തോന്നും വേളയിൽ, അല്പായുസിയെ നീയും മറന്നിടല്ലേ, ദൈവം തന്ന ശ്വാസം നിന്നാലെല്ലാം തീരുമേ. അല്പായുസിയെ നീയും മറന്നിടല്ലേ, ദൈവം തന്ന ശ്വാസം നിന്നാലെല്ലാം തീരുമേ. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്തബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്തബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. ശാശ്വത ദൈവം നിലനിന്നിടും, നാമോ ലോകം വിട്ടിടും എത്ര ശ്രേഷ്ഠരെന്നാലും. ശാശ്വത ദൈവം നിലനിന്നിടും, നാമോ ലോകം വിട്ടിടും എത്ര ശ്രേഷ്ഠരെന്നാലും. ഹല്ലേലൂയ. ധനമോഹത്തിൻ നാശകളാൽ സ്ഥാനം നേടാൻ ഗർവികളാൽ ബുദ്ധിയിൽ നീ ദൈവത്തെ ആരാധിക്കല്ലേ. ധനമോഹത്തിൻ നാശകളാൽ സ്ഥാനം നേടാൻ ഗർവികളാൽ ബുദ്ധിയിൽ നീ ദൈവത്തെ ആരാധിക്കല്ലേ. ലോകം താരും സൗഭാഗ്യത്തിൽ മറന്നിടല്ലേ, യാത്രയുണ്ട് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ. ലോകം തരും സൗഭാഗ്യത്തിൽ മറന്നിടല്ലേ, യാത്രയുണ്ട് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്തബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്തബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. ശാശ്വത ദൈവം നിലനിന്നിടും, നാമോ ലോകം വിട്ടിടും എത്ര ശ്രേഷ്ഠരെന്നാലും. ശാശ്വത ദൈവം നിലനിന്നിടും, നാമോ ലോകം വിട്ടിടും എത്ര ശ്രേഷ്ഠരെന്നാലും. ദൈവത്തെ മറന്നിടല്ലേ തലമുറയെ, ബുദ്ധിയാൽ നീ ദൈവത്തെ വിധിക്കരുതേ. ദൈവത്തെ മറന്നിടല്ലേ തലമുറയെ, ബുദ്ധിയാൽ നീ ദൈവത്തെ വിധിക്കരുതേ. വചനത്തിനതിരുകൾ നീക്കിടല്ലേ, വചനത്തിനതിരുകൾ നീക്കിടല്ലേ, ആത്മാവിൻ ശക്തിയെ നീ അളന്നിടല്ലേ, ആത്മാവിൻ ശക്തിയെ നീ അളന്നിടല്ലേ. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്തബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്തബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയിടും. കാലം മാറും, പ്രായം ഏറും, ദേഹം ക്ഷയിക്കും, സ്വന്തബന്ധ സൗഹൃദങ്ങൾ മാറിപ്പോയി.